ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. കുറച്ച് നാളായില്ലേ നമ്മുടെ ചാനലിൽ ചിക്കൻ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി തയ്യാറാക്കുന്നത്. ചിക്കൻ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്, 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെയൊക്കെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ സമയം വെക്കുന്നതാണെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പോൾ ഞാനൊരു 15 മിനിറ്റൊക്കെയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കൂടുതൽ ഓയിലൊന്നും വേണ്ട. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുത്തോളൂ, നല്ല ടേസ്റ്റ് കിട്ടും കറിക്ക്. 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് 4-5 മിനിറ്റൊക്കെ കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ഇതിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. 10-12 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതൊക്കെ ചേർത്തിട്ട് ചതച്ചെടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതൊക്കെ ആണെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്തോളൂ. പിന്നെ നന്നായിട്ട് പഴുത്തിരിക്കുന്ന ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയും തക്കാളിയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കണം. ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. സാധാരണ കറി പോലെ നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയതാണ്. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. മാത്രമല്ല തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് സാധാരണ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡർ അല്ല, 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെയൊക്കെ റോ സ്മെല്ലൊന്ന് മാറി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കണം. ചിക്കനൊക്കെ ഓൾറെഡി കുക്കായി വന്നിട്ടുണ്ട്. എന്നാലും ഈ ഒരു മസാലയൊക്കെ ആയിട്ടൊന്ന് നന്നായിട്ട് മിക്സായിട്ട് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ചുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്കിത് അടച്ച് വെക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടാണ് അടച്ച് വെക്കുന്നത്.
കറി ഇവിടെ 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയതാണ്. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കാണാമല്ലോ അല്ലേ. ഈ ഒരു സമയം നമുക്ക് ഉപ്പും എരിവൊക്കെ കറക്റ്റ് പാകത്തിനാണോ എന്ന് നോക്കാം. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. എരിവൊക്കെ കറക്റ്റ് പാകത്തിനാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ആവശ്യമായിട്ട് വരുന്നതാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തോളൂ. ഇനി നമുക്കിത് ഫ്ലെയിം കുറച്ച് വെക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വീണ്ടും അടച്ച് വെക്കണം. ഒരു 10-15 മിനിറ്റൊക്കെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് അടച്ച് വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി ഇതേ കുറച്ചുകൂടെ ഡാർക്കായി വന്നിട്ടുണ്ട്. മാത്രമല്ല ഓയിലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ കുറുക്കി എടുക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും തിക്കായിട്ടുള്ള ഗ്രേവി വേണ്ട, കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ച് മുന്നേ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇങ്ങനെ കുറുക്കി എടുക്കുമ്പോഴാണ്, വറ്റിച്ചെടുക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ചുകൂടെ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിൽ വേറെയും ചിക്കൻ റെസിപ്പീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കാണുക, ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്